നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന CMRL എക്സാലോജിക് മാസപ്പടി കേസിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. മാസപ്പടിയായി കോടികൾ വാങ്ങിയെന്ന് ആരോപിക്കപ്പെടുന്ന പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഇതുവരെ ഈ ED അന്വേഷണത്തിനെതിരെ സ്വന്തമായി കോടതിയെ സമീപിച്ചിട്ടില്ല. പകരം വീണയ്ക്ക് വേണ്ടിയും അവരുടെ കമ്പനിയായ എക്സാലോജിക്കിന് വേണ്ടിയും സുപ്രീം കോടതിയിലെ വമ്പൻ വക്കീലന്മാരെ ലക്ഷങ്ങൾ ഫീസ് നൽകി ഇറക്കി ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നത് CMRL എന്ന സ്വകാര്യ കമ്പനിയാണ്. ഇതിൽ നിന്നും വീണ വിജയനും CMRL കമ്പനിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് വ്യക്തമാവുകയാണ്. വീണയുടെ കേസിന്റെ സകല ചെലവുകളും ഈ കമ്പനിയാണ് വഹിക്കുന്നത്. നൽകാത്ത സേവനത്തിന് വീണയ്ക്ക് മാസപ്പടി നൽകിയ അതേ കമ്പനി തന്നെ വീണയെ ED പൂട്ടിൽ നിന്നും രക്ഷിക്കാൻ കോടതിയിൽ കോടികൾ ഒഴുക്കി നെട്ടോട്ടമോടുകയാണ്. ED അന്വേഷണത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ CMRL നടത്തിയ നീക്കങ്ങളാണ് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സാക്ഷ്യം വഹിച്ചത്. ജസ്റ്റിസ് V. രാജ, വിജയരാഘവൻ, ജസ്റ്റിസ് K. വിജയകുമാർ എന്നിവരടങ്ങിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിലാണ് CMRL നൽകിയ അപ്പീൽ ഹർജി വന്നത്. ED അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നായിരുന്നു CMRLന്റെ പ്രധാന ആവശ്യം. കമ്പനിക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്ര ഹാജരായപ്പോൾ EDക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് കോടതിയിൽ കളം നിറഞ്ഞത്. CMRLനെതിരെ ഒരു FIR കുറ്റകൃത്യമോ ഇല്ലാത്ത ഘട്ടത്തിലാണ് ED സമൻസ് അയച്ചതെന്നും ED തങ്ങളുടെ അധികാര പരിധിക്ക് അപ്പുറമാണ് അന്വേഷണം നടത്തുന്നതെന്നുമാണ് സിദ്ധാർത്ഥ് ലൂത്ര വാദിച്ചത്. എന്നാൽ കമ്പനിയുടെ വാദങ്ങളുടെ മുനയൊടിക്കുന്ന കനത്ത ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ചത്. അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ല വേണ്ടത് എന്ന് കോടതി നേരിട്ട് ചോദിച്ചു. നിരപരാധിത്വം വ്യക്തമാക്കാൻ CMRLന് രേഖകൾ ED നൽകിക്കൂടെ എന്നും കുറ്റകൃത്യം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ക്ലീൻ ചീറ്റ് ലഭിക്കുമല്ലോ എന്നും കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. CMRL ഒരു ലിസ്റ്റഡ് കമ്പനി അല്ലേ എന്നും എക്സാലോജിക്കുമായി നടത്തിയ ഇടപാടുകളുടെ രേഖകൾ മാത്രമല്ലേ ED ചോദിച്ചതെന്നും കോടതി ചോദിച്ചതോടെ കമ്പനിയുടെ വക്കീൽ പ്രതിരോധത്തിലായി. വാദം നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നും മറുപടി സത്യവാങ്മൂലത്തിന്റെ ആവശ്യമില്ലെന്നും EDയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയതോടെ വാദം പൂർത്തിയായി. എന്നാൽ ശേഷം കേസിൽ അതീവ നിർണായകമായ ഒരു ബ്രേക്കിംഗ് വാർത്തയാണ് പുറത്തു വന്നത്. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട ED നടപടികൾക്ക് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. വരുന്ന വെള്ളിയാഴ്ച വരെ ED തുടർ നടപടികളിലേക്ക് കടക്കരുതെന്നാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ED അന്വേഷണം പൂർണ്ണമായും തടയണമെന്ന CMRLന്റെ ആവശ്യത്തിൽ അന്തിമവിധി വെള്ളിയാഴ്ച കോടതി പുറപ്പെടുവിക്കും. അതുവരെ നിലവിലെ സ്ഥിതി തുടരാനാണ് ഉത്തരവ്. EDയുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങാൻ തങ്ങളെ നിർബന്ധിക്കുന്നുവെന്നും സമൻസുകൾക്ക് അന്വേഷണ സ്വഭാവമുണ്ടെന്നും CMRL കോടതിയിൽ ആരോപിച്ചിരുന്നു. തങ്ങൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് EDക്ക് പറയാൻ കഴിയില്ലെന്നും അപ്രിയമായ രീതിയിലാണ് ED ഇടപെടുന്നതെന്നും കമ്പനി വാദിക്കുകയും ചെയ്തിരുന്നു. ഈ വാദങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷമേ വെള്ളിയാഴ്ച അന്തിമ വിധി വരികയുള്ളൂ. എന്നാൽ ഈ കോടതി ഉത്തരവോടെ CPM കേന്ദ്രങ്ങൾ താൽക്കാലികമായി ആശ്വസിക്കുന്നുണ്ടെങ്കിലും ഇവിടെ വലിയൊരു രാഷ്ട്രീയ ആസൂത്രണം നടക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. മുൻപ് പിണറായി വിജയൻ പ്രതിക്കൂട്ടിലായ SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ 30-ലധികം തവണയാണ് മാറ്റിവെപ്പിച്ചത്. വർഷങ്ങളോളം ആ കേസ് നീട്ടിക്കൊണ്ടുപോയി വിധി വരാതെ സംരക്ഷിച്ച അതേ നീട്ടിക്കൊണ്ടുപോക്ക് തന്നെയാണ് ഇപ്പോൾ മാസപ്പടി കേസിലും നടപ്പിലാക്കാൻ CPM ബുദ്ധി കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. ED അന്വേഷണം ഓരോ ദിവസവും നീട്ടിക്കൊണ്ടുപോയാൽ തങ്ങൾക്ക് രാഷ്ട്രീയമായി തടിയൂരാമെന്നാണ് അവർ കരുതുന്നത്. പക്ഷെ വെള്ളിയാഴ്ച കോടതിയുടെ അന്തിമ വിധി വരുന്നതോടെ എല്ലാം മാറിമറിയും. FIR ഇല്ലെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താൻ EDക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലിക സ്റ്റേ വാങ്ങി സമയം നീട്ടിക്കൊടുക്കാൻ നോക്കുന്ന ഈ ഒരു വിദ്യ അധിക നാൾ വിജയിക്കില്ല. വീണ വിജയനും CMRLനും തമ്മിലുള്ള അവിശുദ്ധ സാമ്പത്തിക ഇടപാടുകളുടെ സകല രേഖകളും ED പുറത്തുവിടുന്ന നാളുകൾ വിദൂരമല്ല. മാസപ്പടി കേസിൽ വീണ വിജയൻ സ്വന്തമായി കോടതിയിൽ പോകാതെ CMRL കമ്പനിയുടെ ചെലവിൽ കോടികൾ ഒഴുക്കി കേസ് നടത്തുന്നത് തന്നെ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ പരസ്യമായ തെളിവാണ്. ED അന്വേഷണം തടയാൻ കമ്പനി കൊണ്ടുവന്ന വാദങ്ങളെ കുറ്റമില്ലെങ്കിൽ രേഖകൾ നൽകി ക്ലീൻ ചീറ്റ് വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് ഹൈക്കോടതി ഇന്ന് ചോദ്യം ചെയ്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച വരെ തുടർ നടപടികൾ പാടില്ലെന്ന താൽക്കാലിക ഉത്തരവ് സമ്പാദിച്ച് ലാവ്ലിൻ കേസ് പോലെ ഈ മാസപ്പടി അഴിമതിയും വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമം. പക്ഷേ ഈ വെട്ടിപ്പുകളെല്ലാം വെള്ളിയാഴ്ച കോടതി പുറപ്പെടുവിക്കുന്ന അന്തിമ വിധിയോടെ തകർന്നടിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.